ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേക്ക് പണലാം കാരക്കുളമ്പ്. അപ്പോൾ ഇന്ന് കാരക്കുളമ്പിന് എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ, ചക്കക്കുരു, മാങ്ങ ആൻഡ് വഴുതനങ്ങയാണ്. എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാരക്കുളമ്പ് ചെയ്യാട്ടുള്ളൂ. ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കടുക്, ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി എടുത്തോളൂ. ഞാനൊരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ കീറിയിട്ടുണ്ട്. ഒരു 8-10 വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചത്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് കുളമ്പ് മുളകാത്തൂൾ ഇട്ട് കൊടുക്കുന്നത്. കുളമ്പ് മുളകാത്തൂൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പുളി കൂട്ടാനൊക്കെ സൂപ്പറായിരിക്കുമെന്ന്. ഇത് കൂടിയിട്ട് 2 സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്താ പറയുക, ആ ഉള്ളിയിൽ നല്ല പോലെ ഒന്ന് മൂക്കണം, പിന്നെ ഒന്ന് എണ്ണ തെളിയണ വരയ്ക്കും ആവണം. ഇത് അതായത് കുളമ്പ് മുളകാത്തൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ ആവും. അതുകൊണ്ടാണ് ആ സാധനം വാങ്ങിച്ചു വെക്കാൻ പറയണത്. ഇനി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക, എക്സെപ്റ്റ് മാങ്ങ. ബിക്കോസ് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും വേവില്ല, അതുകൊണ്ടാണ്. ഇനി ലേശം വെള്ളമൊഴിച്ച് കൊടുക്കുക, എന്നിട്ട് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഇതൊന്ന് പിടിക്കട്ടെ, ഇതൊന്ന് പകുതി വേവാവട്ടെ. പകുതി വേവാവണ സമയത്ത് നമ്മൾ മാങ്ങയുടെ പുളിപ്പ് എത്രയുണ്ടെന്ന് നോക്കുക. അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് മാങ്ങയുടെ പുളിപ്പ് അത്രയ്ക്ക് പോരാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പുളി പിഴിഞ്ഞ് കൊടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മാങ്ങ തന്നെ മതി. ഞാൻ ഇവിടെ മാങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ കുഴപ്പമൊന്നുമില്ല, നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുന്നു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ തുറന്നു നോക്കുന്ന സമയത്ത് അടിപൊളി നല്ല മണത്തോട് കൂടിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുള്ള സൂപ്പറാണ് കാരക്കുളമ്പ് റെഡിയായിരിക്കും. നമ്മൾ ഓൾറെഡി വറുത്തിട്ട സ്ഥിതിക്ക് ഇനി ഒന്നും തന്നെ ഞാൻ കോംപ്ലിക്കേഷൻ ചെയ്യുന്നില്ല. എനിക്ക് ഇതുപോലെയുള്ള കഷ്ണങ്ങൾ ഫുള്ളായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉടയ്ക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കായും ചേനയും കൂടിയിട്ടുള്ള മെഴുക്ക് വരട്ടി, അതേമാതിരി തന്നെ കാരക്കുഴമ്പ്, ചോറ്, തൈര്. ഇതാണ് എൻ്റെ ഉച്ചക്കലത്തെ ഊണ്. അപ്പോൾ ഈ മുഴുവനായിട്ടുള്ള രീതിയിൽ ഉടയാതെ പച്ചക്കറി കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വരൂ, നമുക്ക് കഴിക്കാം. സാപ്പില്ലാമ കാരക്കുളമ്പ്. ഒരു പ്ലേറ്റിൽ നിറയെ കൂട്ടാനും കുറേ ഉപ്പേരിയും കുറച്ച് എവിടെയൊക്കെയോ ചോറുമായി നമുക്ക് കാരക്കുളമ്പ് സാപ്പിടാം. തൈര് ഒഴിച്ചിട്ടുണ്ട്, ബിക്കോസ് കാരക്കുളമ്പിൻ്റെ കൂടെ എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. This is heaven. നല്ല മൊരിയിച്ചെടുത്ത കായും ചേനയും. എനിക്ക് പൊതുവെ ഈ കൂട്ടാനിൻ്റെ കഷ്ണം ഇങ്ങനെ ഉടയാതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ ആവാട്ടോ. അമേസിങ് ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Vinny's Kitchen.